ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഈസിയായി നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. കുട്ടികളുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ക്യാരറ്റ് ഹൽവ. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്ററിൻ്റെ ഈ ഒരു പോർഷൻ വെച്ചിട്ടാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്നത്. ക്യാരറ്റ് എല്ലാം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഈ ക്യാരറ്റ് ഹൽവയ്ക്ക് നോർത്ത് ഇന്ത്യൻസ് എല്ലാം സാധാരണ ഈ റെഡ് ടൈപ്പ് ഒരു ക്യാരറ്റ് ഉണ്ട്, അതാണ് യൂസ് ചെയ്യാറ്. ഇത് നമുക്ക് അതെപ്പോഴും അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് ക്യാരറ്റ് യൂസ് ചെയ്യണേ. ഇത് വെച്ച് ചെയ്താലും കുഴപ്പമില്ല, അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. ട്രഡീഷണൽ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ ടൈപ്പ് ക്യാരറ്റ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചും ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാഷ്യൂനട്ട് വറുത്തെടുക്കാനായി തുടങ്ങാം. അതിനായി നെയ്യ് വെച്ചിട്ടുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയെടുക്കാനായി തുടങ്ങാം. അതിനായി ചൂടായിരിക്കുന്ന അടികട്ടിയുള്ള ഒരു പാനിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അളന്ന് വെച്ചിരുന്ന പാലൊഴിക്കാം. ക്യാരറ്റ് അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് ക്യാരറ്റിന് 2 ഗ്ലാസ് പാല്. 2 ഗ്ലാസ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കുറുകി ഒന്ന് വറ്റി വരണം. പാല് ഇവിടെ കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ആവട്ടെ. ക്യാരറ്റ് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേവണം, എന്നാലാണ് ആ പച്ചമണമൊക്കെ നന്നായിട്ട് പോവുള്ളൂ. ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പാല് നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായി ഒരു നുള്ള് ഉപ്പ് ചേർക്കുന്നുണ്ട്. മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരുത്താം. ഇതിപ്പോൾ ഒരു മീഡിയം മധുരമാണ്. ഇനി നമുക്ക് തീയൊന്ന് കൂട്ടി വെച്ച് നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ക്യാരറ്റ് ഹൽവ പാലൊക്കെ വറ്റി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കാഷ്യൂനട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അല്പം ഏലക്കാപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും. അതിനുശേഷം തീ ഓഫ് ചെയ്തിടാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈസി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂനട്ട് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ പഞ്ചസാരയുടെയും നെയ്യിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം. വളരെ ഈസി ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.